അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും അള്ളാഹുവിനോട് അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരറിവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നാം എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് കേൾക്കുകയും നമ്മളൊക്കെ പലപ്പോഴും പലരും പ്രാവർത്തികമാക്കുന്നതുമാണ്. എന്നാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെയും മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു സഹോദരൻ, അദ്ദേഹത്തിനൊരു രാത്രിയിൽ വലിയ ഒരു അസ്വസ്ഥത വന്നു. എന്താണ് അസ്വസ്ഥത എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. മൂത്രം മുട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വയറിങ്ങനെ പെരുകി വരുന്നു. വല്ലാത്ത പ്രയാസമായി. മൂത്രമൊഴിക്കാൻ അദ്ദേഹം വളരെ പരിശ്രമിച്ച് നോക്കിയിട്ടും അദ്ദേഹത്തിന് കഴിയുന്നില്ല. ആ രാത്രിയിൽ അദ്ദേഹം വേദന കൊണ്ട് പുളയുകയാണ്. കരയിലിടപ്പെട്ട മത്സ്യത്തെ പോലെ വേദന സഹിക്കാൻ കഴിയാതെ അദ്ദേഹം പ്രയാസപ്പെടുകയാണ്. ആഗ്രഹിച്ചു പോയി, എൻ്റെ മുഴുവൻ സമ്പത്തും ചിലവഴിച്ചാലും എൻ്റെ ഈ പ്രയാസം മാറി, എൻ്റെ വേദനയൊന്ന് മാറി, എനിക്കൊരല്പം മൂത്രമൊഴിച്ചാൽ മതിയായിരുന്നു എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി. അദ്ദേഹത്തിനൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നു ഡോക്ടർ പരിശോധിച്ചു. വലിയ വില കൂടിയ ഇഞ്ചക്ഷനും മരുന്നുമൊക്കെ കൊടുത്തു. അൽഹംദുലില്ലാ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൂത്രമൊഴിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അദ്ദേഹം ഒരു പ്രയാസവും കൂടാതെ മൂത്രമൊഴിച്ചു പോയി. സന്തോഷം കൊണ്ട് ആ സാധുവായ ആ സഹോദരൻ പൊട്ടിക്കരഞ്ഞു പോയി. പ്രിയമുള്ളവരെ, നാം ഇവിടെ ഒന്ന് ചിന്തിക്കണം. ദിവസവും നമ്മൾ മൂത്രമൊഴിക്കുന്നവരാണ്. ഉമ്മ ഈ ലോകത്തേക്ക് നമ്മളെ പ്രസവിച്ചത് മുതൽ നാളിതുവരെയും നമ്മൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ മലമൂത്ര വിസർജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര രോഗികളാണ് പ്രിയമുള്ളവരെ മൂത്രമൊന്നൊഴിക്കാൻ കഴിയാതെ ട്യൂബിട്ടിട്ട് അതിലൂടെ മൂത്രം പോകുന്നവർ. കിഡ്നിയുടെ തകരാറ് സംഭവിച്ചിട്ട് മൂത്രമൊഴിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന എത്രയെത്ര ആളുകളാണ്. ഒരു നിമിഷം ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ആയിരക്കണക്കിന് തുള്ളി മൂത്രമാണ് ഉദാരവാനായ അല്ലാഹു പുറപ്പെടുവിക്കുന്നത്. ഇന്നുവരെയും അല്ലാഹു നമ്മിൽ നിന്നും ഒരു കൂലിയും വാങ്ങിച്ചിട്ടില്ല. ഒരു കൂലിയും അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടില്ല. ഒരല്പസമയം ഈ മൂത്രത്തെ ഒന്ന് പിടിച്ചു നിർത്തിയാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രമാത്രമാണ്. നമ്മുടെ ശാരീരികമായ അസ്വസ്ഥത, മാനസികമായ പ്രയാസം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരല്പമൊന്ന് സർവശക്തനായ അല്ലാഹു പുറത്തേക്ക് പോകാതെ ഇതൊന്ന് പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. നാളിതുവരെ ഒരു പ്രയാസവുമില്ലാതെ മലമൂത്ര വിസർജനം നടത്താൻ നമുക്ക് കഴിയുന്നതിൽ സർവശക്തനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അതുകൊണ്ടാണല്ലോ കാരുണ്യവാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിനെ പഠിപ്പിച്ചു തന്നു, നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് ശേഷം നിങ്ങൾ ദുആ പറയണം. ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാബ ആഫാനി. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം. എൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിയിട്ട് എനിക്ക് സുഖം നൽകിയ നാഥ അല്ലാഹുവേ, അവൻ നിനക്കാകുന്നു സർവസ്തുതിയും. അല്ലാഹുവിനെ സ്തുതിക്കണ്ടേ സഹോദരങ്ങളെ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇത് പറഞ്ഞാൽ കൃത്യമായിട്ടും മരണം വരെയും യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ലാതെ മലമൂത്ര വിസർജനം നടത്താൻ നമുക്ക് സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബി തങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിന് തടസ്സം വന്നിട്ടില്ല. കാരണം നബി തങ്ങൾ ഈ ദുആ പ്രാവർത്തികമാക്കുമായിരുന്നു. ആ ദുആ അവിടുത്തെ ഉമ്മത്തികളായി നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മളും പ്രാവർത്തികമാക്കണം. മൂത്രം പോകാൻ കഴിയാതെ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്നും, ട്യൂബിട്ടിട്ട് മൂത്രമെടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്നും, മൂത്രം പോകാൻ കഴിയാതെ വേദന കൊണ്ട് പുളയുന്ന രാത്രിയുടെ യാമങ്ങൾ നമുക്ക് വരുന്നതിന് മുന്നേ, പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദുആ കൃത്യമായി നമ്മൾ പാലിക്കുക.
മലമൂത്ര വിസർജനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ദുആ നമ്മൾ കൃത്യമായിട്ട് പറയണം. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പഠിപ്പിക്കണം. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ ഇതേപോലെയുള്ള അറിവുകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈലിൽ എത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയ്യത്തുകളും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വിനീതനെ കൂടി ഇടം നൽകണമെന്ന് ദുആ വസിയ്യത്ത് ചെയ്തുകൊണ്ട് വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം ഒരു അറിവുമായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.